ഹായ്, നമസ്കാരം. എന്നെ മനസ്സിലായോ? ഞാൻ കുറച്ചാളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണേ. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കുറച്ചാളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു റീച്ചൊക്കെ ഉണ്ടായി. അപ്പം ഇത് കണ്ട നമ്മുടെ രാമേട്ടനെ ഒരു 4-5 പടമൊക്കെ സംവിധാനം ചെയ്ത ആളാ. അദ്ദേഹത്തിന് താല്പര്യം റീൽസ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാനും പുള്ളിയും കൂടി ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷോർട്സ് ചെയ്ത് അത്യാവശ്യം പുള്ളി ഫെമിലിയറായി. നാട്ടിലൊക്കെ വലിയ സെറ്റപ്പ് ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അപ്പോൾ ഒരു ആഗ്രഹം, നമുക്ക് കണ്ടന്റ് ബേസ് എന്തെങ്കിലും ഒരു സാധനം ചെയ്താലോ. അങ്ങനെ നമ്മളിരുന്ന് പ്ലാൻ ചെയ്തിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സാധനം കിട്ടി. അത് നമ്മളങ്ങോട്ട് തുടങ്ങി. രാമേട്ടൻസ് കഫേ, ദ ഫ്ലാറ്റ്. അതാണ് നമ്മുടെ കഥാനായകൻ താമസിക്കുന്ന ഫ്ലാറ്റ്. അതുകൊണ്ട് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട, അതാണ് നമ്മുടെ കഥാനായകൻ രാമേട്ടൻ. രാമേട്ടൻസ് കഫേയിലെ നായകൻ. പുള്ളിക്ക് വളരെ വ്യത്യസ്തമായ, വിചിത്രമായ, ഭീകരമായ ഒരു സ്വഭാവമുണ്ട്. അത് നിങ്ങൾ എപ്പിസോഡ് ഉണ്ട് മനസ്സിലാക്കും. പുള്ളി ഫ്ലാറ്റിൽ നിന്ന് ഇപ്പൊ ജോഗിങ്ങിന് പോകണേ. ഞാനിപ്പോ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തില്ലെങ്കിൽ പുള്ളി ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പൊ നമ്മുടെ ആ പഞ്ച് പോകും. അതുകൊണ്ട് കാര്യങ്ങൾ പറയാം. പുള്ളി കൊച്ചിയിൽ വന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പുള്ളി ഇവിടെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കും. അതിന്റെ കോലാഹാരങ്ങൾ നിങ്ങൾ കണ്ടനുഭവിച്ചു. പറഞ്ഞിരുന്നില്ല രാമേട്ടൻ മതിലേ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഓടി വരും. കണ്ട പുള്ളി അകത്തേക്ക് കയറിപ്പോ. ഇപ്പൊ നമ്മുടെ കഥയിലേക്കാട് കടക്കിയത് രാമേട്ടൻസ് കഫേ. ഹായ്, അയ്യോ ഞാൻ ആലോചിച്ചല്ലേട്ടാ. രാമേട്ടൻ ആലോചിച്ച് കണക്കൂട്ടണണ്ട. വായുവിലാണ് പുള്ളി കണക്കൂട്ടുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ കണക്ക്? പുള്ളി 6 മാസം ചെലവാണ് വരവിലവാണ് കണ നോക്കുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നല്ലേ? അതല്ല, പുള്ളി 6 മാസമായിട്ട് ഇവിടെ വന്നിട്ട് 5 ഹോം നേഴ്സുമാർ പുള്ളിയായിട്ട് ഉടക്കി പിരിഞ്ഞ് പോയിട്ടുണ്ട്. 6ാമതൊരു പെൺകുട്ടിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ബ്രോക്കർ കുട്ടപ്പ കാശ് മേടിച്ചു പോയിട്ട് ഇന്നേ വരെ വന്നിട്ടില്ല. ഇന്നേക്ക് 10 ദിവസം അവൻ പോയിട്ട് വരാഞ്ഞി. അപ്പൊ അവനെ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ദാ രാമേട്ടൻ പോയിരുന്നു. ഇനി ഇവിടെ ഒരു അംഗം നാട്ട കുട്ടപ്പന് വയറിറച്ചി കിട്ടും. നോക്കിക്കോ, അതെ ഫോണെടുത്ത് വിളിച്ചില്ലേ, കുട്ടപ്പനെ വിളിക്കണ ദാണ്ടെ കാണ്. താങ്കളുടെ സിം വാലിഡിറ്റി തീരാറായിരിക്കും. ഫോൺ ചെയ്യാനുള്ള ബാലൻസ് ആണെങ്കിൽ അതും തീർന്നു. എത്രയും വേഗം റീചാർജ്. ഇന്നലെ 150 രൂപയ്ക്ക് ചെയ്താപ്പി. എടോ 38 വയസ്സല്ല, അത് 18 വയസ്സുള്ള കൊച്ചാണത്. ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്, നാളെ നമുക്ക് വേറെ നോക്കാലോ. ഹലോ, ഇതാര്? ഇതിനിടയിൽ കൂടെ അതാരെ വിളിച്ചോണ്ടിരിക്കും? ഓ ഇതാര്? ഓഹോ കട്ടേ കട്ടേ നിങ്ങളല്ല, കട്ടേ. ഹലോ ഹലോ, കുട്ടപ്പനല്ലേ? ആ ബ്രോക്കർ കുട്ടപ്പനാണോ? എടോ ബ്രോക്കർ കുട്ടപ്പനല്ല, കോർഡിനേറ്റർ കുട്ടപ്പൻ. ആ പണിയൊക്കെ ഞാൻ എത്ര നാൾ മുന്നേ നിർത്തിയതാ. എന്ത് കോർഡിനേറ്റർ കുട്ടപ്പനാണെങ്കിൽ എനിക്കെന്താണോ? ഞാൻ രാമനാ, കടുവരാമൻ. കടുവരാമനാ? ആ ഓ ഓ ഓ പറ സാറേ. ഓ എന്നുണ്ട് വിശേഷം? എടാ നിന്നോട് ഞാൻ എത്ര നാളായി പറയുന്നു ഒരു ഹോം നേഴ്സിനെ ഒന്ന് അറേഞ്ച് തരണമെന്ന്. എന്തൊക്കെ 6 മാസമായി. ആറാ? എന്റെ പൊന്നു സാറേ, 6 മാസമല്ല 7 മാസമുള്ള പെണ്ണ് മാത്രമേ ഉള്ളൂ. മതിയാ? 7 മാസം? എടേ ഗർഭത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. 6 മാസമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒന്ന് അറേഞ്ച് ചെയ്തോ? എന്റെ പൊന്നു സാറേ, അവളിപ്പോ സാറിന്റെ ഫ്ലാറ്റിലുണ്ട്. എവിടെ? ഇവിടെയൊന്നും ആരുമില്ലല്ല. അവളിപ്പോ കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ? കോണിപ്പടി കയറുന്നു, അതാണ് ഒരു കുലുക്കം അല്ലേ? സത്യമാണോ? അവള് സാറിന്റെ ഫ്ലാറ്റിലുണ്ട് സാറേ. അതെ സാറേ. ഇപ്പൊ സാറിന്റെ കോളിംഗ് ബെല്ല് അടിക്കുക. വന്നല്ലോ അനമാല. അല്ലേലും കുട്ടവും പറഞ്ഞതാ. ഞാൻ നോക്കട്ടെ എന്നിട്ട് വിളിക്കട്ടാ. വാട കണ്ണാ വാ. കാതിലോല നല്ലതാളി.
ഹായ് സാർ. ആരാ? ഞാൻ ബ്രോക്കർ കുട്ടപ്പച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ബ്രോക്കർ കുട്ടപ്പൻ. പേര്? അനില. അച്ഛന്റെ പേരാ? അല്ല, എന്റെ പേരാണ് അനില. ആ അതെ. ആ അനില? അനില ബാബു. അനില ബാബു. ഓക്കെ ഓക്കെ ഓക്കെ. ആ വാ 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 വാ. കുട്ടപ്പ കുട്ടപ്പ. ആ ഇരിക്കി. ഇല്ല, ഞാൻ നിന്നോളാം. ഇരിക്കുന്നു. ഇല്ല, നിന്നോളാം. എന്നാ പിന്നെ ഞാനും നിൽക്കാം. ഇരിക്കി. ഉം. എന്നാ പിന്നെ ഞാനും നിൽക്ക. ഇരിക്കി. ഇതെന്താ വള്ളൂക്കരി കളിയാ? എന്നാ ഒരു പണി ചെയ്താലോ? നമുക്ക് വള്ളൂക്കരി കളിക്കാ. അതെല്ലാം സാറിന്റെ ഇഷ്ടം. ആ വെള്ളം കര വെള്ളം കര വെള്ളം കര വെള്ളം വെള്ളം. ഇരിക്കണേ ഇവിടെ. കുട്ടപ്പൻ എന്താ നിന്ന് വെള്ളവും കരി കളിക്കാൻ ഇവിടെ അയച്ചു വിട്ടതാണോ? അയ്യോ, സാർ വീണ. സാറേ സാറേ, വെള്ളം കാഞ്ഞു പോയാ? സാറേ സാറേ സാറേ, കാറ്റ് പോയാ? കിളവന്റെ ഒരു വെള്ളം കൈ. എന്നാ സാറേ? കൂട്ടപ്പേരിക്ക്. സാർ, ഞാൻ അനിലയാ. അനില? അനിലേരി? അനിലല്ല സാർ, അനിലയാ. ലാ അനില ലാരി. ഇനി എന്താണ്? എടി കൊച്ചേ, ഇവിടെ ഇരുന്ന് വെള്ളവും കാര്യം കളിക്കാനാണോ കുട്ടപ്പ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇല്ല, വെള്ളം കുരം കളിക്കാൻ കുട്ടപ്പൻ പറഞ്ഞിട്ടില്ല. പിന്നെ? അത് സാറല്ല പറഞ്ഞത്, വെള്ളം കുരം കളിക്കാന്ന്. ഞാനെന്ത് പറഞ്ഞു? ഞാനെന്ത് പറഞ്ഞാലും നീ കേക്കുവോ? അല്ല, അതെന്റെ ജോലിയല്ലേ സാർ. അത് നിന്നെ ഞാൻ ജോലിക്ക് എടുത്തിട്ടില്ലല്ലോ. ലാ വിഷമിക്കണ്ട, തന്നെ ഞാൻ ജോലിക്ക് എടുത്തിരിക്കണു. എന്തായാലും ലായ്ക്ക് ഹാപ്പി ആയില്ലേ? ലാ ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഈ വെള്ളോക്കരയും കളിച്ചത് കൊണ്ട് എനിക്ക് എന്റെ സ്റ്റാമിന ഒന്ന് അളക്കാൻ പറ്റി. ഞാൻ കണ്ടതാ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, സാറിന്റെ സ്റ്റാമിന ഉണ്ടെന്ന് ആ പറഞ്ഞു. കണ്ടോ? മുഴുവനെ കണ്ടോ? ഞാൻ പഴയൊരു മിലിറ്ററിക്കാരനാണേ. മിലിറ്ററിയോ? പണ്ട് തൊട്ടേ ഞാൻ മിലിറ്ററിയാണ് അടിച്ചോണ്ടിരുന്നത്. പിന്നെ അതിന് വില കൂടിയപ്പോ എന്തായി? ജവാനായി. അത് ഷാരൂഖ് ഖാന്റെ അല്ലേ? ഷാരൂഖ് ഖാൻ ജവാൻ അടിക്കാൻ തുടങ്ങിയ. വെറുതെ അല്ല ഈ സാധനം കിട്ടാണ്ടായത് കേട്ടോ. ആക്കിയതാണല്ലേ? അല്ല സാറേ. നിനക്ക് ഞാൻ ആരാണെന്നറിയാവോ? കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞു. അതവൻ ഇതിലവൻ കടുവ. സാറേ, മീശ പിരിഞ്ഞില്ല. ഒറിജിനൽ കടുവയുടെ മീശ പിരിയില്ല, താഴോട്ടാണ്. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കാണാത്തത് നന്നായി. ഈ കാണരുത്. യോ, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. നിനക്കറിയോ, എനിക്ക് വളരെ വ്യത്യസ്തമായ, വിചിത്രമായ, ഭീകരമായ ഒരസുഖമുണ്ട്. പീഡിപ്പിക്കുക. പീഡിപ്പിക്കൽ അസുഖാണോ? അതെന്റെ സ്വഭാവമാണ്. കുട്ടപ്പൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അതെന്തായാലും നന്നായി. നിനക്കറിയോ, ഞാൻ നിൽക്കുമ്പോ എന്റെ കൂടെ നിൽക്കണം. അപ്പോ ഇരിക്കുമ്പോഴേ സാറേ? കൊച്ചേ, തോക്കിക്കേരി ഇവിടെ വെക്കില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആഹാ, കളരി പരമ്പര ദൈവങ്ങളെ കാത്തുകൊള്ളണേ. ഇരിക്കവിടെ.
ഇതെന്താന്നറിയോ? ഇത് കൂട്, ഏ വാളിന്റെ കൂട്. ശരിയാണല്ലോ, വാളുടെ ഇതെന്താന്നറിയോ? ഇത് വാള്. ടിപ്പുവിന്റെ പടവാളല്ലത്, പിന്നെ രാമന്റെ കൊടുവാൾ. ഇതിന്റെ ഉപയോഗം എന്താന്നറിയോ? മീൻ വെട്ടാൻ നല്ല മൂർച്ചയായിരിക്കും അല്ലേ? ആ സാറേ ഫ്ലാറ്റ് ഉണ്ടോ? വാ കുട്ടപ്പാ, ഞാൻ ഇവിടെ ഇട്ട് ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. കേറുവാ കേറുവാ. ആ ശരി ശരി. ആ സാറേ, ഇരിക്കും. ആ പിന്നെ എന്നൊക്കെയുണ്ട് പിന്നെ? ഓ ഓക്കെ അല്ലേ? ഓ സുഖം. പുതിയ വേലക്കാരിയൊക്കെ എങ്ങനെയുണ്ട് സാറേ? ആ നല്ലത്, കുഴപ്പമില്ല. പിന്നെ എന്നുണ്ട് വിശേഷമൊക്കെ? ഞാന് വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്ത് പറ്റി? എന്താണെന്നറിയോ? ഇല്ല. ഞാനൊരു സിനിമ ചെയ്യാൻ പോകും. എന്റെ അംബിഷനാണത്. ആണോ? കഥ, തിരക്കഥ, സംഭാഷണം എന്ന് വേണ്ട എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു നല്ല പ്രൊഡ്യൂസറെയാണ്. ഇത്രയും നാളായിട്ട് ഞാൻ തന്നെ നല്ല ഒരു പ്രൊഡ്യൂസറെ കണ്ടല്ലോ. നോക്കാതെ ചെലവാക്കണം. അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ നിനക്ക് കിട്ടും. നീ കോർഡിനേറ്റർ അല്ലയോ? നിനക്ക് കിട്ടും. എന്റെ പൊന്നു സാറ്, കോർഡിനേറ്ററിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഈ ആളുകളൊക്കെ കൊണ്ടാക്കി ഞാൻ അതിനിടയിൽ കയറിയെന്ന് ഒരു 500 കിട്ടിയാലായി. അത്രേ ഉള്ളൂ. ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്നാ സാറ്? എറണാകുളം തപ്പിത്തടഞ്ഞ് എവിടെ പോയാലും സിനിമ അഭിനയിക്കുന്നവരോ പ്രൊഡക്ഷൻ കൺട്രോളർമാരോ പ്രൊഡക്ഷൻ മാനേജർമാരോ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവര് മുഖാന്തരം ഒന്ന് ശ്രമിച്ചാൽ ഡയറക്ടറുടെ ഗുണമുള്ള ഒരു തങ്കപ്പെട്ട മനുഷ്യൻ ഉണ്ടെന്ന് പറയും. അതാരാ തങ്കപ്പെട്ട മനുഷ്യൻ? ഞാനാ. സാറോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളമിറങ്ങാതെ ആവാനാ? അല്ലല്ല, നീ വിഷമിക്കണ്ട. 1 കോടി ചെലവാക്കാൻ പറ്റിയ പ്രൊഡ്യൂസർ വന്ന 1 ലക്ഷം നിനക്ക് കമ്മീഷൻ. എനിക്കോ? 3 കോടി ചെലവാക്കാൻ പറ്റുകയാണെങ്കിൽ 3 ലക്ഷം കമ്മീഷൻ. നിന്റെ പട്ടിണി ഇതോടെ മാറും. അങ്ങനെയാണ് ഞാൻ കൈ നോക്കാം സാർ. അതാണ്. പിന്നെ അത് മാത്രമല്ല, മന്ത്ലി മാസക്കണക്കിന് ഇതാ മമ്മ ഞഞ്ഞ കമ്മീഷന്റെ കാര്യം കമ്മീഷൻ തന്നിരിക്കും. അല്ല, ഞാൻ മേടിക്കും. അതാണ്. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Oh, hold my beer. കണ്ണ് തുറക്കരാൻ പറ്റാ. ഇന്ന് ഞാൻ അയാളെ പേടിപ്പിച്ചൊരു വഴിക്കാക്കും. എണീറ്റില്ലേ? അല്ല അല്ല അല്ല
രാമേട്ട രാമേട്ട ലാ, വാ. ആ, ലാ, ഇരിക്ക്. തുണി മാറുകയായിരുന്നു അല്ലേ? അല്ല, ഡ്രസ് മാറുകയായിരുന്നു അല്ലേ? ആ അതെ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു. ഓ എന്ത്? അല്ല, ഒന്നുമില്ല. ചായ കുടിക്കാൻ പറയായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ചായ? ഇത് ചായയാണോ? കണ്ണത്തേവൻ ചായയാണ്. കേട്ടിട്ടില്ലേ? അങ്ങ് ഉയരം കൂടുന്തോറും രുചി ഉണ്ടാകുന്ന ചായ. ആ ചായ ഈ ചായ. ആ രുചി ഇവിടെ കിട്ടോ സാറേ? ഇത് 2ാം നിലയല്ലേ? 10ാം നിലയിലാകുമ്പോ കുറച്ചുകൂടെ രുചി ഈ കിട്ടായിരിക്കും. 10ാം നിലയിലൊന്നും പോണ്ട. ഈ 2ാം നിലയിൽ ഇരുന്നിട്ട് നാളെ രാവിലെ എനിക്ക് എന്റെ ബെഡി ചായ വേണം. ബെഡ് കോഫി. ബെഡ് കോഫിയാ? ബെഡ് കോഫി അല്ലേ? ആ, ബെഡ് കോഫി, ബെഡ് ചായ. അതാവുമ്പോ തീ പിടിക്കില്ലേ? കിച്ചൺ കോഫി പോരെ? ഓ, അല്ല സാറേ, കിച്ചണിലിരുന്നല്ലേ നമ്മള് ചായ ഉണ്ടാക്കണ, അല്ലാണ്ട് ബെഡിലിരുന്നാണോ? ചളി അടിക്കാൻ മിടുക്കത്തിയാണല്ലേ? ബെഡ് ചായയോ? ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉറക്കിയിട്ട് ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റിട്ട് ഫസ്റ്റ് കോട്ടുവാവ് ഇടുമ്പോ സാറിന്റെ ചായ എന്ന് പറയണം. അതാണ് ബെഡ് ചായ. ആ, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല സാറേ. ചായ വെക്കാൻ അറിയില്ലേ? എന്നാ ഞാൻ യൂട്യൂബിൽ നോക്കി ചായ ഉണ്ടാക്കും സാറേ. ആ, അത് പറ്റില്ല. ചായ വെക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ചായ വെക്കാൻ പഠിപ്പിച്ചു തരാം. 6 hours later. താക്കോൽ പഴുതിലൂടെ ഞാൻ കണ്ട രൂപങ്ങൾ സ്വപ്നമോ രാമേട്ടന് നല്ല മൂഡിലാണല്ലോ. വിധിയോ? മെത്തയോ? മെത്തയല്ല, വിദ്യ. മിഥ്യാന്ന് പറഞ്ഞ എന്താ സാറേ? അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതൊരു ലോകപ്രസിദ്ധമായ കവിത്രിയുടെ കവിതയാണ് കേട്ടോ. ഏത് കവി? കൂപമണ്ടൂകമേ. അതാരാ സാറേ? നിന്റെ കൊച്ചെ ഇരിക്കു കൊച്ച്. എടി കൊച്ച്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണാമറിയത്ത് മറുകുള്ളൊരു പെൺകുട്ടി സ്വപ്നത്തിൽ വന്നിട്ട് മാടി മാടി വിളിക്കുകയാണ്, രാമേട്ടോ, രാമേട്ടോ. ആരാ പെൺകുട്ടി? ഉം, ഞാനോ? ഉം. എനിക്ക് മറക്കണ്ടോ അതിന്? പിന്നെ അതാ ഞാൻ പറഞ്ഞത്, കാണാമറിയത്ത് മറുകുള്ള ഒരു പെൺകുട്ടിയത്. ഓരോ വട്ട്. ആണ് കാണാമറിയാത്ത മറു. എന്താ സാറേ കാണാമറിയാത്ത മറുക്? അതായത് നിനക്ക് കാണാൻ പറ്റാത്ത എന്നാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം മറുകാണ് മറുക്. കാണാൻ പറയാത്ത മറുക്. കാണാൻ മറുക? എനിക്ക് മനസ്സിലായില്ല. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ താക്കോൽ പഴുത് എന്താണെന്ന് അറിയണം. താക്കോൽ പഴുത? അത് എന്നിൽ മാത്രം മെരിഞ്ഞടക്കേണ്ട ഒരു രഹസ്യമാണ്. താക്കോൽ രഹസ്യം. അമ്മേ, കിട്ടി വരുന്നു എരിച്ചിൽ. കൊച്ചേ, എനിക്ക് ഈ പെയിൻ താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് എലി വീണാലും ഇലയ്ക്കാണ് കേട്. ഇലയും മുള്ള? ആരാ സാറേ ഈ ഇലയും മുള്ളും? നീ ഇല, ഇത് മുള്ളു. നേരത്തെ വെള്ളം കയറും കളി, പിന്നെ താക്കോലും പഴുതും, ഇപ്പൊ ഇലയും മുള്ളും. ഇതെന്താ സാറേ ഇത്? സ്റ്റെപ്പ് 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 സ്റ്റെപ്പ്. ഇനിയെങ്കിലും നീ ഡ്രസ് മാറുമ്പോ താക്കോൽ പഴുതിന്റെ മുന്നിൽ വെച്ചിട്ട് മാറരുത്. അഥവാ നിനക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ പഴുതൊന്ന് അടച്ചിട്ട് വേണം വസ്ത്രം മാറാൻ. ഇത് നിങ്ങൾ യുവതലമുറയ്ക്കൊരു പാഠമാകട്ടെ. എന്ത്? താക്കോൽ പഴുത്. ലിയോയുടെ കലക്ഷൻ 1000 കോടി കവിഞ്ഞു. എന്റെ പടച്ചോനെ. സാറെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? കേറുവാ. എന്റെ പൊന്നോ, സാർ ഒരു പറ്റിയ അടാർ കോള് വന്നിട്ടുണ്ട്. അതല്ലേ സാറിനെ വിളിച്ചോണ്ടിരുന്നത്? സാറ് പ്രൊഡ്യൂസറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഒരുത്തം വന്ന് ആരുണ്ട്? അതെ. പിന്നെ സാറ് പറഞ്ഞ എല്ലാ കണ്ടീഷനും ഓക്കെ. ഒരു മണ്ടനാന്ന് തോന്നുന്നു. സാറ് പറഞ്ഞ പോലെ ചിലപ്പോ ചെയ്തു തരും. ഓക്കെ. പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം? കമ്മീഷൻ അടിച്ചങ്ങ് തരും. കമ്മീഷൻ കിട്ടുമോ? കാര്യം പറ. ആരാള്? എനിക്ക് പ്രൊഡ്യൂസറിനായിട്ട് പരിചയമില്ല. പിന്നെ പ്രൊഡ്യൂസറെ പരിചയമുള്ള ഒരാളെ എനിക്ക് മതി. അയാളുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. സാറിനെ പറ്റി ഞാൻ പുകഴ്ത്തി വിട്ടിട്ടുണ്ടല്ലേ? കൊളാക്കരുത്.
അടിപൊളി. പിന്നെ കമ്മീഷൻ കമ്മീഷനും തരുമെന്നേ. ആ കാര്യത്തിൽ വിഷയം ഒന്നും പഠിക്കണ്ട. പിന്നെ പുള്ളിക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. വീക്ക്നെസ്സാ? അത് സാരമില്ല, ഈസി അല്ലേ. അതൊക്കെ ഇത് ചെയ്യണം. പിന്നെ അങ്ങേരെ പുള്ളി അടിക്കണ സാധനത്തിന്റെ പേര് ആൻഡി? ആൻഡിയോ? എന്തോ ഒരു പേര്. ആന്റിക്കുറ്റി. അതെന്ത് കുറ്റി? അതെന്തോ ഒരു കുറ്റി. ആ കുറ്റി എങ്കിൽ കുറ്റി അത് കൊടുത്തേക്കാം, നോ പ്രോബ്ലം. അതൊക്കെ മേടിച്ചു കൊടുക്കണം. നമ്പി ഐറ്റം ആയിരിക്കും അല്ലേ? എന്നെ ഓർക്കരുത്. ഇല്ല, പിന്നെ എന്റെ കമ്മീഷനെ കാശ് പക്കാ തരും. അല്ലെങ്കിൽ വാട്സാപ്പിൽ വെച്ചാൽ മതി. വന്നു. Later that same evening. വൈറ്റ്ല ടൂസി രാമേട്ടൻസ് കഫേ കേട്ടാ, അവിടെ വന്നാൽ മതി. ഓക്കെ ഓക്കെ. രാമേട്ടൻ ഇരിക്കി. ഈ ഫ്ലാറ്റിന്റെ പേര് മാറ്റിക്കൂടെ? എന്ത് രാമേട്ടൻസ് കഫേ? ഒരുമാതിരി നാട്ടിൻപുറത്ത് ഊള ചായക്കടയുടെ പേര്. എടി കൊച്ചെ, ഇതെന്റെ സ്വപ്നമാണ്. സ്വപ്നോ? ആ, നീ ഇവിടെ വന്നിരുന്ന് ഇരിക്കി. സ്വപ്നല്ലോ എന്റെ കൊച്ചെ, എന്റെ സ്വപ്നമാണ് ഈ രാമേട്ടൻസ് കഫേ. അതായത് ഈ കമ്പ്യൂട്ടർ കഫേ ഒക്കെ ഇട്ടിട്ടില്ലേ, ബ്രൗസിംഗ് സെന്റർ. അതായത് ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞാനൊന്ന് ബ്രൗസ് ചെയ്തിട്ടാണ് കുട്ടപ്പനെ പിടിച്ചത്. കുട്ടപ്പൻ വഴി എന്തായി, നിന്നെ പിടിച്ചു, നിന്നെ ബ്രൗസ് ചെയ്തു. ഇനി എന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാല് ഇവിടുന്ന് ഇങ്ങനെ ബ്രൗസ് ചെയ്ത് ഒരു സിനിമ ചെയ്യണം. എന്റെ ആ സിനിമയാണ് രാമേട്ടൻസ് കഫേ. ഹലോ ഹലോ, രാംദാസ് ആണേ. ആര്? രാംദാസോ? ഏത് രാംദാസ്? ഡയറക്ടർ രാംദാസ് ആണേ. അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. ശരി, പറയൂ, എന്താ കാര്യം? എന്റെ ഒരു ഈ കഥ, സംഭാഷണം, സംവിധാനം എന്ന് പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. തിരക്കഥാകൃത്ത് ആരാ? ഞാനാണേ. ആരാ ഡയറക്ടർ? അത് ഞാൻ തന്നെ. ഓഹോ, എല്ലാം നിങ്ങൾ തന്നെയാണോ? ഓഹോ, ശരി ശരി. ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ആരുടെ ഡേറ്റാ? ദുൽഖർ സൽമാൻ, പാർവതി. ഓ, അത് രണ്ടും ഓക്കെ ആണല്ലോ. ഓഹോ. പിന്നെ സാറ്റലൈറ്റ്, വീഡിയോ സാറ്റലൈറ്റ്, പിന്നെ OTT എല്ലാ ബിസിനസ് റെഡിയാണ്. ടേബിൾ പ്രോഫിറ്റോ? പാൻ ഇന്ത്യയാണ് എന്റെ ഉദ്ദേശം. ഇവിടുന്ന് അങ്ങോട്ടൊരു വാര. ഓ, അത് ശരി. സാറൊന്ന് കൂടെ നിന്ന് തന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെ ചെയ്താ പോരെ സാറേ, നമ്മളെ വിളിക്കണം? അല്ലല്ലല്ല, അങ്ങനെയല്ല. താങ്കളെ പോലുള്ള ഒരു മാന്യമായ പ്രൊഡ്യൂസർ അതിന്റെ മുന്നിൽ വരണം സാർ. അതെയോ? സാർ അവിടെ ഉണ്ടാവും, ഞാനൊന്ന് അങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്യാം. എവിടെയാ ഇപ്പൊ താമസിക്കുന്നത് നിങ്ങള്? ഞാൻ ഇവിടെ വൈറ്റ്ലിയില് മറ്റേ ആന്റോന്റെ ഫ്ലാറ്റിലാണ്. ഓ, ആന്റോയുടെ ഫ്ലാറ്റ്? അതെ, പ്രൊഡ്യൂസർ ആന്റോന്റെ ഫ്ലാറ്റിലാണ്. ആ, എനിക്കറിയാം. ആ, ശരി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ സ്ഥലത്തില്ല. ഞാൻ എറണാകുളം വരുമ്പോ നിങ്ങളെ വന്ന് കണ്ടോളാം. എന്തേ? ഓക്കെ. ഓ, വളരെ നന്നായി. ഓക്കെ സാർ. ശരി, അപ്പൊ നേരിട്ട് കാണാം. ഓക്കെ. താങ്ക് യു സാർ. പ്രൊഡ്യൂസർ Tomorrow. ഹലോ. ഹലോ, കുട്ടപ്പനല്ലേ? അതെ. ഏടോ, ഞാൻ കടുവയാടോ. എന്തുണ്ട് സാറേ വിശേഷം? ഓ, നല്ല വിശേഷം. ശരിക്കും വിശേഷമല്ലേ ഉള്ളൂ. നമ്മുടെ ജോലിക്കാരി ഓ, അപാരം. ഡെമോ പണി എങ്ങനെയുണ്ട്? പണി അപാരം തന്നെ. സൂപ്പറല്ലേ? പിന്നെ എന്നെ കൊണ്ടല്ലേ മുഴുവൻ പണി എടുപ്പിച്ച് നോക്കി നിൽക്കലല്ലേ ഉള്ളൂ. ആണോ? ആ. പക്ഷേ അങ്ങോട്ട് ചായ ഓ, ചായന്റെ കാര്യമൊന്നും പറയണ്ട. ടെറസിന്റെ മണ്ടിക്ക് പോയി ചായ വെച്ച രുചി ഉണ്ടാക്കുന്ന, രുചി കൂടുന്ന അവള് പറയുന്നത്. ഉയരം കൂടുന്നവരും രുചി ഉണ്ടാവും അത്രേ. അത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. സാറേ? ദേ വരുന്നു. ഇതെന്താണ് സാറേ? ഇത് കായ. ഇതോ? ഇത് ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിൽ തക്കാളി എന്ന് പറയും. നിന്റെ നാട്ടിലെന്തോ പൊക്കാളിയോ? ഇതെങ്ങനെയാണ് സാർ ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കറി ഉണ്ടാക്കണേ? എടി കൊച്ചെ, ഇത് സാമ്പാർ കിറ്റാണ്. എല്ലാം ഓരോന്നേ കാണും. ഇത് എല്ലാം കൂടി കൂട്ടിക്കലക്കി സാമ്പാറാക്കണം. എന്ത് കിറ്റ്? സാമ്പാർ കിറ്റ്. സാമ്പാർ കിറ്റ് എന്ന് വെച്ചാ? സാമ്പാർ കിറ്റ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എടാ കുട്ടപ്പ, നീ അയച്ചു തന്ന ആള് നല്ല പാർട്ടിയാണ് കേട്ടാ. അത് അങ്ങനെയല്ലേ വരുവാണ്. ഞാൻ അവളെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോവാ. എന്തൊരു ഗതികേടാണ് നോക്കണേ.
വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി സാറിന്റെ ഒരു സാമ്പാർ കഷ്ണം ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം. 1/4 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം. ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കായപ്പൊടി. കട്ടിക്കായാണെങ്കിൽ ഒരു ചെറിയ പീസ് ചേർത്താൽ മതി. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 1 ക്യാരറ്റ്, 1 വഴുതനങ്ങ, പച്ച വഴുതനങ്ങയാണ്, 1 ഉരുളക്കിഴങ്ങ്, 6-7 വെണ്ടയ്ക്ക, 1 പച്ചക്കായ, പിന്നെ വലിയ മുരിങ്ങക്കായ, 1 തൊണ്ടൻമുളക്, 1 പച്ചമുളക്. തൊണ്ടൻമുളക് ഇല്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ. പച്ചച്ചോറ് തിന്നണ്ട വരുവാ. ഹോ വിശന്നിട്ടു എന്റെ അപ്പോ. ഹോർലിക്സാ ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം. 1/4 കപ്പ് പരിപ്പിന് 2 കപ്പ് കുറച്ച് വെള്ളം. മതി. ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കായപ്പൊടി. കട്ടിക്കായാണെങ്കിൽ ഒരു ചെറിയ പീസ് ചേർത്താൽ മതി. കുറച്ചുകൂടി ഇട്ടേക്കാം. ഈ സവാള രാവിലത്തെ സാമ്പാറല്ലേ. ഈ പരിപ്പിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി എത്ര നേരം ഇളക്കണോ ആവോ. സാമ്പാറിന്റെ മണക്ക് വരുന്നുണ്ട്. കൊള്ളാൻ തോന്നണോ. ഓ വിശന്നിട്ട് വയ്യേ. വലുകൂടലിൽ ചെറുകൂടലിൽ തിന്നുന്നു. ഇവളെവിടെ പോയി കിടക്കണം. ഇന്ന് ഞാൻ പൊളിക്കും. കിടക്കാറ്റ് സാമ്പാർ തന്നെ. യൂട്യൂബിൽ ഇങ്ങനെ തന്നെ അല്ലേ. ആഹാ എന്നാ സാമ്പാർ. സാറിന് ഇന്ന് സന്തോഷാവും. ഇതെന്താ വെള്ളക്കയാ. എത്ര പെട്ടെന്നോ. ഇത് സിമ്പിളാലോ സാമ്പാർ ഉണ്ടാക്കാൻ. ഇതാ വരുന്നു സാറേ. നല്ല സ്പൈസിയാ സാറേ. സാമ്പാർ റെഡി. ഇതെന്തോന്നത്? വെള്ളക്കാന്ന് തോന്നണോ. ഇത് സാമ്പാറിലുണ്ടായിരുന്നാണ് സാറേ. ആന പോലെ ഉണ്ടല്ലോ. ഇതെന്തുവാ? ഇതെന്തുവാ. ഇത് നീ വേവിച്ചില്ലേ? ഇത് പച്ചക്കിരിക്കുന്നല്ലോ. നീ അടുപ്പൊന്നും കൊളുത്തിയില്ലേ? വേവിച്ചില്ലേ? തിളപ്പിച്ചില്ലേ? അയ്യോ യൂട്യൂബിൽ സ്റ്റവ് ഓൺ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു സാറേ. യൂട്യൂബ് പറഞ്ഞു വെച്ചിട്ട് യൂട്യൂബിൽ എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഞാനത് സ്കിപ്പ് ചെയ്ത് കാണോ? അതെനിക്ക് അറിയോ. എങ്ങനെയാ ഞാൻ കഴിക്കുന്നത്? എന്താ ചെയ്യാ? പച്ചക്കിരിക്കിന് കണ്ട പച്ചക്കിരിക്കിന് ആന വലുപ്പത്തിലാ കിടക്കുന്നത്. ഇതൊന്ന് മുറുക്കിയെങ്കിലും ചെയ്തൂടെ? ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്. യൂട്യൂബ് നോക്കി എല്ലാം ചെയ്ത് പഠിച്ചിട്ട് ദോഷമാണിത്. മനസ്സിലായില്ലേ? സാറേ നമുക്ക് ഫോൺ ചെയ്ത് ആഹാരം വരുത്തിയാലോ? Drop.